ഇപ്പോഴും ഈ സെയിൽസിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ബാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒക്കെ ഫുട്പാത്തിൽ നിന്നൊക്കെ ഒരു സാധനം വയ്ക്കുന്നവരെ നമ്മൾ കണ്ടുപിടിക്കും. ഫുട്പാത്തിൽ സാധനം വയ്ക്കുന്നവരെ നിങ്ങൾ എനിക്ക് സെയിൽസ് പഠിക്കേണ്ട അവരില്ല. എനിക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഫുട്പാത്തിൽ പുസ്തകം വെച്ചുകൊണ്ടിരുന്നതാണ്. നമ്മളിങ്ങനെ ഇന്ന് വർത്താനം പറയും, ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ട് പുള്ളിയെ ഒബ്സർവ് ചെയ്യാനിരിക്കും. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിങ്ങനെ പോസ്റ്ററിലൊക്കെ കാലൊക്കെ ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. പുസ്തകം റോഡ് സൈഡ് ഇതും പുസ്തകം നിരത്തി വെച്ചൊരു ഷീറ്റ് മേടിച്ച് കെട്ടിയിട്ടു ഇങ്ങനെ കാലൊക്കെ കൊടുത്ത് ഞങ്ങൾ വർത്താനം കൊടുക്കുന്ന തമാശ കൊടുക്കുന്നത്. ഇതിനാണ് ഒരാൾ പുസ്തകം മേടിക്കുന്നത് അവിടെ വരും. അവരകത്തേക്ക് ഇന്ന പുസ്തകം ഉണ്ടോ എന്ന് പുള്ളിയോട് ചോദിക്കും. ചില ആൾക്കാർ വരുമ്പോൾ പുള്ളി അകത്ത് കയറി ആ പുസ്തകം എടുത്ത് കൊടുക്കും, കാശ് മേടിച്ചിട്ട് വരും. ചില ആൾക്കാർ ചോദിച്ചാൽ പുള്ളി പോകത്തേയില്ല. ആ പടിഞ്ഞാറ് മൂലയിൽ ആ മൂന്ന് രണ്ടാമത്തെ ശ്രദ്ധയിൽ പോകത്തില്ല. നമ്മൾ വിചാരിച്ചത് നമ്മളോട് വർത്തമാനം പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ട് പുള്ളി ആ സെയിൽ കളയുവാണ്, വെറുതെ കച്ചവടം നടക്കട്ടെ, നിങ്ങൾ പൊക്കോട്ടോ, ഫ്രീ ആയിട്ട് വന്നാൽ മതി, ഞങ്ങളിവിടെ ഉണ്ടാവുന്നുണ്ട്. അതല്ലേ, അവൻ മേടിക്കത്തില്ല. അവൻ മേടിക്കത്തില്ല, ചുമ്മാ ഇവിടെ നിന്ന് പറയുവാണ്. ഇവിടെ ചുമ്മാ റോഡിൽ വന്ന ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേ അവൻ മേടിക്കാന്നുണ്ട്. അവിടെ നിൽക്കുന്നത് മേടിക്കാനുള്ള വരും. കറക്റ്റ് ഞാൻ നേരെ പുസ്തകങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന സാധനം. ഇത് എക്സ്പീരിയൻസ് കൊണ്ടേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ സെയിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിൽസിൻ്റെ ഒരു ഏറ്റവും വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു തുണിക്കടയിൽ നമ്മൾ ചെല്ലുവാണ് തുണി മേടിക്കാൻ. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഒരു തുണിക്കടയിൽ ചെന്നാൽ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ അയാൾ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് അവനോട് സഹതാപവും സിമ്പതിയും മാത്രമേ നമുക്ക് പലപ്പോഴും നമുക്ക് നോക്കാറുള്ളൂ. ഇവരെ കൊണ്ടൊക്കെ കടയിൽ പോകും. അവിടെ ചെന്നിട്ട് ആ ഷെൽഫിലുള്ള മുഴുവൻ സാധനവും വലിച്ച് നിലത്തിരിച്ച് അത് മുഴുവൻ തുറന്ന് കാണിച്ചതിന് ശേഷം ലാസ്റ്റ് പറയുകയാണ്, ഞാൻ പോയിട്ട് വരാം, പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളോട് പറയാം സെലക്ഷൻ കുറവാണ്, 275 നിരത്തിയിട്ടില്ല. നമ്മളോട് പറയുവാണ് സെലക്ഷൻ ഇല്ലെന്ന്. അവന്റെ ഗതികേട് അവൻ ആ മനസ്സിൽ പ്രാകുന്നുണ്ടായിരിക്കും. ഈ ഒരു ജോലിക്ക് വരികയും ചെയ്തു. ഇവര് പറയുന്നത് മുഴുവൻ വലിച്ചിട്ട് കഴിഞ്ഞ് ഇത് മുഴുവൻ മടക്കി ചെയ്യുവാണ്ട് അടുത്ത ജയിച്ചു വരും. ഇനി ആദ്യം പോലും പിന്നെയും രാവിലെ പോലും മടക്കുക, പിന്നെയും തുറക്കുക, പിന്നെയും മടക്കുക, വൈകുന്നേരം ഒരു കച്ചവടം നടക്കുന്നില്ല. ഇതേ സ്ഥാനത്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ ആണ് എന്താ ചെയ്യുന്നറിയോ? ഒരു സെയിൽസ്മാൻ എന്ത് റോളുണ്ടെന്ന് അറിയാം. സെയിൽസ്മാനൊക്കെ കടയിലെ ബിസിനസ്സിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ അടുത്തിട്ട് നിങ്ങൾ ഷർട്ട് മേടിക്കുന്നില്ല, സാരി മേടിക്കുന്നില്ല, ആദ്യം നമുക്കിട്ട് നോക്കും. നമ്മൾ ഏത് ഒരു കളറുള്ള ഷർട്ടാണോ, സ്ട്രൈറ്റ്സ് ഉള്ളതാണോ, ഏത് തരത്തിലുള്ള ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, എന്ത് ബഡ്ജറ്റ് ഉള്ളതാണ്, ഇതൊക്കെ അവൻ നമ്മുടെ നോക്കിയിട്ട് അത് ജഡ്ജ് ചെയ്യും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, സാറേ ഏത് തരത്തിലുള്ള ഷർട്ടാണ് നോക്കുന്നത്. അന്നേരം നമ്മുടെ ഒരു ഏകദേശം ഒരു ഐഡിയ പറയാം. നല്ല ചോദ്യമാണ് ചോദിക്കുന്നത്. നമ്മളൊരു ഐഡിയ പറയും. ഓക്കെ, സാറിന് പറ്റിയ സാർ ഞാൻ തരാം. നേരെ അവിടെ പോയിട്ട് ഒരെണ്ണം കൊണ്ടുവരുന്നത് നമ്മുടെ മുഖത്തേക്ക് നോക്കുക. ഇത് കൊടുത്തിട്ട് ഈ സാധനം നമ്മളെ തന്നിട്ട് അവൻ നമ്മുടെ മുഖം പോകുന്ന അവൻ ഒബ്സർവ് ചെയ്യാം. നമ്മൾ ഹാപ്പി ആകുന്നുണ്ടോ, എങ്ങനെയാണെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അവന് മനസ്സിലായി ഈ സാധനം അല്ല ഇവിടെ ഓടുന്നത്. ചില ലേഡീസിനൊക്കെ പറ്റിക്കുന്നതാണ്. ഞാൻ വെറുതെ തമാശ പറയില്ല. ഈ സാധനം കൊടുക്കുമ്പോൾ ഇവർ അന്നേരം ഈ വിലയിലേക്ക് നോക്കുന്നു. വില കുറവായി പോയതിൻ്റെ പേരിൽ പലരും മേടിക്കത്തില്ല. അന്നേരം ഇങ്ങനെ സംഭവം പിടി കിട്ടി. ആ മാഡം നോക്കുന്നത് മറ്റേ വേറൊരു ടൈപ്പ് അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? എനിക്ക് അന്നേരം മാഡത്തിനെ കണ്ടപ്പോഴേ മനസ്സിലായി. 4 പ്രാവശ്യം ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്ത് മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിൻ്റെ മുകളിൽ ചെന്നിട്ട് ഇവിടെ ഇരുന്നാൽ വെറുതെ 342 രൂപ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഒരു ഇടതുപക്ഷ 2 കൂടെ ചേർത്തിട്ട് 2342 രൂപ. ഇതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. മാഡം പറയുക 2352 രൂപ മേടിച്ചിട്ട് ആ സാരി കൊണ്ട് മറ്റൊരു കൊണ്ടുപോകും. ഇവന് മനസ്സിലായി വില കൂടിയതാണ് പുള്ളിക്കാരി നോക്കുന്നത്. വില കുറഞ്ഞ അവനേലുള്ളൂ. ചുമ്മാ വില കൂട്ടിയിട്ടാൽ മതി ഇവർ മേടിച്ചോളൂ. ആ പ്രോസ്പെക്ട്, അത് നോ യുവർ പ്രോസ്പെക്ട്. അതാണ് KYC എന്ന് പറയുന്നത്. നോ യുവർ പ്രോസ്പെക്ട്. പ്രോസ്പെക്റ്റിനെ മനസ്സിലാക്കുക, എന്നിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ട് രീതിയിൽ പേഴ്സണലൈസ് ചെയ്യുക. പ്രസന്റേഷൻ പേഴ്സണലൈസ് ചെയ്യാൻ പഠിക്കും. ഒരാളോട് 1-to-1 എക്സ്പ്ലെയിൻ ചെയ്യും. അയാൾ എന്തിനായിരിക്കും ഇൻട്രസ്റ്റഡ് ആകുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പ്രസന്റേഷൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ റിസൾട്ട് കിട്ടും.